ഡിയർ സ്റ്റുഡൻസ്, സാർ ഇപ്പം പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സാറ് പറഞ്ഞ കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് ഒന്നും കൂടെ എലാബറേറ്റ് ചെയ്ത് പറയുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞ ഓർമ്മയുണ്ടോ? നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ആർട്ട് ഫോമാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അത് മറ്റുള്ള സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നിൽക്കുന്നു, പിന്നെ ഏതെങ്കിലും ഒരു ആർട്ട് ഫോം. അപ്പോൾ അത് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് എങ്ങനെയൊക്കെയാണ് അത് നിൽക്കുന്നത്. സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ ലാംഗ്വേജ് മലയാളം. ആ മലയാള ഭാഷയായിട്ട് എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട്, കണ്ടംപററി അല്ല, ആ കാലഘട്ടത്തിൽ അതുമായിട്ടുള്ള ബന്ധം. അതുപോലെ ഓരോ സബ്ജക്റ്റും അത് തന്നെയാണ് സാറ് പറയുന്നത്. അത് എങ്ങനെയൊക്കെയാണ് ഇതുമായി നമ്മുടെ ആർട്ട് ഫോമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആർട്ടുമായിട്ട് എങ്ങനെയൊക്കെ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. എക്സാമ്പിൾ ഞാൻ അന്നേരം പറഞ്ഞ് മ്യൂറൽ എടുക്കുമ്പോൾ മ്യൂറലിൻ്റെ കാലഘട്ടം ഏതാണ്, പിരീഡ് ഏതാണ്. അപ്പം ആ കാലഘട്ടവും പിരീഡ് നോക്കുമ്പോൾ അറിയാം ഈ നടന്ന സംഭവമല്ല, അത് ഹിസ്റ്ററിയാണ്, കഴിഞ്ഞതാണ്, പാസ്സാണ്. അപ്പം ആ കഴിഞ്ഞ പീരീഡിനെ നമ്മൾ ഹിസ്റ്ററി എന്ന ഒരു സംഭവമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഭൂമി ശാസ്ത്രപരമായി ബന്ധപ്പെട്ട് വരുമ്പം അതെന്താണ്, ജോഗ്രഫി വരും. അത് അതിൻ്റെ അവിടുത്തെ ജീവജാലങ്ങൾ, അങ്ങനെ ജന്തുക്കൾ, അതുപോലെ മരങ്ങൾ, ചെടികൾ, അത് അങ്ങനെ വരും. സയൻസുമായി ബന്ധപ്പെട്ട് സയൻസിൽ തന്നെ ബയോളജി, ബോട്ടണി ആയിട്ട്. പിന്നെ മറ്റൊന്ന് അതിൻ്റെ അവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത, അവിടെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ ഏതൊക്കെയാണ് ഉപയോഗിച്ചിരുന്ന, ആ മ്യൂറലിന് ഉപയോഗിച്ചിരുന്ന. അപ്പോൾ അത് വരുമ്പം അവിടുത്തെ കെമിക്കൽ എഫക്റ്റ്, അത് കെമിസ്ട്രിയും ഫിസിക്സും അങ്ങനെയുള്ള ബന്ധങ്ങൾ. മാത്സ് നോക്കുമ്പോൾ മാത്സിൽ തന്നെ നമ്മളിപ്പോൾ മാത്സ് എന്ന് ഉദ്ദേശിക്കുന്നതൊക്കെ എഴുതി കൊടുത്ത കണക്ക് മാത്രമല്ല മാത്സ് ആകുന്നത്. എക്സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ സർവേ പോലുള്ള കാര്യങ്ങൾ, ജനസംഖ്യ, അതുപോലെ ആനുപാതികം, അതൊക്കെ ഈ മാത്സിൽ വരുന്നത്. അതുപോലെ ഈ കാലഘട്ടത്തിൽ മാത്സിൽ വരുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് അവിടുത്തെ ആ ജനസംഖ്യ, ആനുപാതികം, അതുപോലെ ഭക്ഷണ സാധനങ്ങൾ, അത് സാമ്പത്തിക സ്ഥിതി, അത് വരുമ്പോൾ എക്കണോമിക്സിൽ വരുന്നത്. അതേതില്ല സോഷ്യോളജി ആയിട്ട് വരുന്നത്. അങ്ങനെ പല ഘടകങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു ആർട്ട് ഫോമിൻ്റെ ഇതിങ്ങനെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പോലെ ഇത് വിഭജിക്കുമ്പോൾ ആ ആർട്ട് ഫോം, എക്സാമ്പിൾ ഒരു ആർട്ട് ഫോം ആണെങ്കിൽ തന്നെ അത് വിഭജിച്ച് വരുമ്പോൾ പല സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് നിങ്ങളിതിനെ അനലൈസ് ചെയ്യേണ്ടത്. സാറ് പറയുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ടൈമും കൂടെ നിങ്ങൾക്ക് തരികയാണ്. ഇപ്പോൾ ഇന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷേ സബ്മിറ്റ് ചെയ്യേണ്ട. കാരണം നിങ്ങൾ കുറേയും കൂടെ വ്യക്തമായിട്ട് നല്ലൊരു വർക്കാണ് എനിക്ക് വേണ്ടത്. അത് നിങ്ങളുടെ വീഡിയോ വേണം, നിങ്ങൾ എവിടെയൊക്കെ പോയി എന്നുള്ള വീഡിയോ, മെയിനായി വീഡിയോ, നിങ്ങൾ അതിനെക്കുറിച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ വീഡിയോ കാണിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ എനിക്കതിനെ സ്ഥാപിക്കാൻ പറ്റും. നിങ്ങൾ ഇത് സ്ഥാപിച്ചിരിക്കുക, നിങ്ങൾ ആ സൈറ്റ് സ്പെസിഫിക് എന്ന് പറയും, ആ സ്ഥലത്ത് പോയി നിങ്ങൾ കണ്ട് അനലൈസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കണ്ടേ. അപ്പോൾ അതാണെങ്കിൽ കൂടുതൽ ഗുഡായിരിക്കും. അപ്പോൾ സാർ ഇത്രയും പറഞ്ഞു, എത്രയും വേഗത്തിൽ നിങ്ങൾ സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യുക. അത് ചെയ്യണം. എത്രയും പെട്ടെന്ന് സാറ് പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത് സാറിന് സെൻഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.